ഹായ് ഓൾ, എല്ലാവർക്കും ക്വസ് പി എസ് സി ഹസൽ പി വൈക്യൂവിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ന്യൂ SCERT സോഷ്യൽ സയൻസിലെ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സാണ്. ബേസിക് സയൻസിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ പ്ലേലിസ്റ്റ് കൊടുത്തിരിക്കാം. ഓക്കെ, കണ്ടിട്ടില്ലാത്തവർ കയറി കണ്ടു നോക്കുക. അപ്പം ആദ്യത്തെ ചാപ്റ്റർ പീലിയുടെ ഗ്രാമമാണ്. ഇതിനകത്ത് കാര്യമായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ഇത് കുട്ടികൾ ഒരു കൂട്ടുകാരിയുടെ ഗ്രാമത്തിലേക്ക് പോകുന്ന കാര്യമാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പം അവർ തമ്മിലുള്ള കോൺവെർസേഷനും നഗരവും ചേരി ഗ്രാമപ്രദേശം തമ്മിലുള്ള വ്യത്യാസങ്ങളും ഒക്കെ അവർ തമ്മിൽ സംസാരിക്കുന്നതും അവിടുത്തെ ഓരോ സ്ഥലങ്ങളിലെയും ജീവിത രീതികളെക്കുറിച്ചുമാണ് പറയുന്നത്. ഓക്കെ, ഇതിനകത്താകെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു പാരഗ്രാഫാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ എത്തുന്നുണ്ട്. അസം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കൂടുതൽ പേരും കുടുംബമായി എത്തുന്നത്. അവരുടെ മക്കളെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നു. ഇതാണ് ആകെ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിരിക്കുന്ന ഒരു പാർട്ട്. ബാക്കിയെല്ലാം കുട്ടികളുടെ കോൺവെർസേഷനും ഈ കുട്ടികളെ മറ്റുള്ളവരെങ്ങനെ കാണുന്നു, എങ്ങനെ പെരുമാറുന്നു, ഓക്കെ, അതിഥി തൊഴിലാളികളുടെ മക്കളുടെ അടുത്ത് എങ്ങനെ പെരുമാറുന്നു, പിന്നെ നഗരങ്ങളിലെ ജീവിതവും ഗ്രാമീണ ജീവിതവും അവിടുത്തെ ചന്തകളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പാഠം നോക്കാം. ചാപ്റ്റർ 2 ഭക്ഷണവും മനുഷ്യരും. ഓക്കെ, ഇതിലാദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം. ഇനി ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആദിമ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തിനെ സൂചിപ്പിക്കുന്ന ചില ചിത്രങ്ങളാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ഓക്കെ, ഇതിൽ നിന്നും ആദിമ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തിനെ സംബന്ധിച്ച് എന്തെല്ലാം വിവരങ്ങൾ കുട്ടികൾക്ക് കിട്ടിയെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അവരെന്താണ് ഭക്ഷണം ശേഖരിച്ചിരുന്നു. കായ്കനികളും വേരുകളും കിഴങ്ങുകളും ഒക്കെയാണ് കൂടുതലായും കഴിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി തീയും ഭക്ഷണവും, തീ ഉൽപാദനവും നിയന്ത്രണവും. ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉരഞ്ഞും പാറയിൽ ഉരഞ്ഞും തീയുണ്ടാകുന്നത് മനുഷ്യർ കണ്ടു. ഉണക്കമരം പാറയിൽ ഉരച്ചോ കല്ലുകൾ കൂട്ടിമുട്ടിച്ചോ തീയുണ്ടാക്കാമെന്നവർക്ക് മനസ്സിലായി. ആദ്യകാലങ്ങളിൽ തീയുടെ ഉപയോഗം അറിയാത്തതിനാൽ ലഭ്യമായ വസ്തുക്കൾ പച്ചയായി തന്നെ അവർ ഭക്ഷിച്ചിരുന്നു. എന്നാൽ തീയെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പരിശീലിച്ചതോടെ അവർ ഭക്ഷണം വേവിച്ച് കഴിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പം ആദ്യം അവർക്ക് തീ വേവിച്ച് കഴിക്കാനൊന്നും അറിയില്ലായിരുന്നു. ഓക്കെ, തീ ഉപയോഗിക്കാൻ പരിശീലിച്ചത് മനുഷ്യരുടെ ഭക്ഷണ രീതിയിലുണ്ടായ സുപ്രധാന മാറ്റങ്ങളിലൊന്നാണ്. കാട്ടുതീയിൽപ്പെട്ട് ചത്ത മൃഗങ്ങളുടെ വെന്ത മാംസമായിരിക്കാം അവർ കഴിച്ച ആദ്യത്തെ വേവിച്ച ഭക്ഷണം. തീ ഉണ്ടാക്കാനും അതിനെ നിയന്ത്രിച്ച് ഉപയോഗിക്കാനും പരിശീലിച്ചതോടെ മാംസവും മത്സ്യവുമൊക്കെ ചുട്ടു തിന്നുവാൻ അവർ ആരംഭിച്ചു. ക്രമേണ വേരുകളും കിഴങ്ങുകളും ചുട്ടു തിന്നാൻ തുടങ്ങി. ഇങ്ങനെയാണ് മനുഷ്യർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നത്. ഓക്കെ അല്ലേ? അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യർ വേട്ടയാടിയും ശേഖരിച്ചും അന്നേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് നേടിയിരുന്നത്. പിൽക്കാലത്ത് ഭക്ഷണ സമ്പാദനത്തിനായി അവർ മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരായി. എന്ത് കാരണമാണ്? ഭക്ഷണത്തിലെ ലഭ്യതക്കുറവ്, ജനസംഖ്യാവർദ്ധനവ്, പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ. ഓക്കെ, ഇതൊക്കെ കാരണം പിൽക്കാലത്ത് എന്താ പറ്റി? ഭക്ഷണ സമ്പാദനത്തിനായി അവർ മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരായി. ഓക്കെ, ഭക്ഷ്യോൽപാദനം. കാലക്രമേണ മനുഷ്യർ ഭക്ഷണത്തിനാവശ്യമായ മൃഗങ്ങളെ ഇണക്കി വളർത്തുവാനും സസ്യങ്ങളെ പരിപാലിക്കുവാനും തുടങ്ങി. മൃഗങ്ങളെ വളർത്താനും തുടങ്ങി, സസ്യങ്ങളൊക്കെ നട്ടുപിടിച്ച് പരിപാലിക്കാൻ തുടങ്ങി. ഭക്ഷണാവശ്യത്തിനായി അവർ ആദ്യം ഇണക്കി വളർത്തിയത് ആട്, ചെമ്മരിയാട് തുടങ്ങിയ മൃഗങ്ങളെയായിരുന്നു. അപ്പം ആവശ്യത്തിനായിട്ട് മനുഷ്യൻ ആദ്യമായി ഇണക്കി വളർത്തിയത് ആരെയായിരുന്നു? ആടിനെയും ചെമ്മരിയാടിനെയുമായിരുന്നു. എന്നാൽ മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗമാണ് നായ. ഭക്ഷണത്തിനായിട്ട് ആദ്യം ഇണക്കി വളർത്തിയത് ആരെയാണ്? ആടിനെയും ചെമ്മരിയാടിനെയും. എന്നാൽ മനുഷ്യരോട് ആദ്യമായി ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ശ്രമിച്ചതും ആരെയാണ്? നായയാണ്. ഓക്കെ, മനുഷ്യരോട് വേഗം ഇണങ്ങിച്ചേരാൻ കഴിവുള്ളതിനാൽ വേട്ടയാടലിനും കാവലിനുമായി നായകളെ ഉപയോഗപ്പെടുത്തിയിരുന്നു. കൃഷി വ്യാപകമായതോടെ മറ്റു മൃഗങ്ങളെയും ഭക്ഷണത്തിന് മറ്റ് ആവശ്യങ്ങൾക്കുമായി ഇണക്കി വളർത്താൻ തുടങ്ങി. ഇനി വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് പുതിയ തൈകൾ മുളച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ആയിരിക്കാം ആദിമ മനുഷ്യർ കൃഷിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. പാറപ്പുറത്തിട്ടാൽ വിത്ത് ഉണങ്ങിപ്പോകും, വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോകും. എന്നാൽ ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്ത് മുളയ്ക്കുമെന്ന് അവർ മനസ്സിലാക്കി. ഇങ്ങനെയാണ് കൃഷി ആരംഭിച്ചത്. ഓക്കെ, കൃഷി ആരംഭിച്ചത് എങ്ങനെയാണെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. തുടർന്ന് ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷത്തൈകളും തിരഞ്ഞെടുത്ത് നടുവാനും കൃഷി ചെയ്യുവാനും തുടങ്ങി. ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയാണ് ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത്. അപ്പം ആദ്യകാലത്ത് മനുഷ്യർ കൃഷി ചെയ്തിരുന്നത് എന്തൊക്കെയാണ്? ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയവയാണ്. കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും പ്രധാനമായും ലഭ്യമായിരുന്ന നദീതടങ്ങളിലാണ് മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. ഇതോടെ ഭക്ഷണം തേടി അലഞ്ഞു തിരിഞ്ഞിരുന്ന മനുഷ്യർ കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരം
സ്ഥിരവാസം ആരംഭിച്ചു. നദീതട സംസ്കാരങ്ങൾക്ക് അങ്ങനെയല്ലേ ഉണ്ടായത്. കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസമാക്കിയതുകൊണ്ട് അവർക്ക് എന്തെല്ലാം നേട്ടങ്ങൾ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം? കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു, ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല, ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു, കൂടുതൽ വിശ്രമ സമയവും കിട്ടി. ഓക്കെ, ഇനി ഭക്ഷ്യവസ്തുക്കളുടെ സംഭരണം. ആദിമ മനുഷ്യർ അന്നത്തേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമായിരുന്നു ശേഖരിച്ചിരുന്നത്. എന്നാൽ കൃഷി പുരോഗതി പ്രാപിച്ചതോടുകൂടി മനുഷ്യർക്ക് ആവശ്യമായതിൽ അധികം ഭക്ഷ്യവസ്തുക്കൾ ലഭിച്ചു. ദൈനംദിന ആവശ്യം കഴിഞ്ഞ് ബാക്കിയായവ സൂക്ഷിച്ചു വെക്കുന്നതിന് പ്രത്യേകം സൗകര്യങ്ങൾ ആവശ്യമായി വന്നു. അപ്പം ബാക്കിയുള്ള ഭക്ഷണവസ്തുക്കൾ എന്തിലൊക്കെയായിരിക്കും അവർ സൂക്ഷിച്ചിരുന്നത്? മൺപാത്രങ്ങൾ, മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ, ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ, ഓക്കെ, പിന്നെ പത്തായമൊക്കെ ഇല്ലേ, പണ്ട് നെല്ലൊക്കെ സൂക്ഷിച്ചിരുന്ന പത്തായങ്ങൾ. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെയാണ് അവർ ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത്. ഓക്കെ, ആദ്യകാല കാർഷികോപകരണങ്ങൾ നോക്കിയേ, ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നത് കമ്പ്, കല്ല്, കൊമ്പ്, എല്ല് എന്നിവയായിരുന്നു മനുഷ്യരുടെ ആദ്യകാല കാർഷികോപകരണങ്ങൾ. എന്തൊക്കെയാണ്? കമ്പ്, കല്ല്, കൊമ്പ്, എല്ല് എന്നിവയായിരുന്നു മനുഷ്യരുടെ ആദ്യകാല കാർഷികോപകരണങ്ങൾ. മണ്ണിളക്കി വിത്ത് കുഴിച്ചിടാൻ ഈ ഉപകരണങ്ങൾ സഹായകമായി. ഓക്കെ, ഇനി വെള്ളത്തിലിട്ടാൽ അലിഞ്ഞു പോകുന്നതാണല്ലോ മൺകട്ട. എന്നാൽ മണ്ണ് കുഴച്ച് പാത്രങ്ങളാക്കി രൂപപ്പെടുത്തി ചുട്ടെടുത്താൽ വെള്ളം ശേഖരിക്കാനാകുമെന്നും ചൂടാക്കാമെന്നും മനുഷ്യർ മനസ്സിലാക്കി. ആദ്യകാലങ്ങളിൽ കളിമണ്ണ് കുഴച്ച് കൈകൾ കൊണ്ടാണ് മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നത്. ഓക്കെ, കൃഷി വ്യാപകമായതോടെ ധാന്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാൻ പല വലിപ്പത്തിലുള്ള മൺപാത്രങ്ങൾ ആവശ്യമായി വന്നു. മൺപാത്രങ്ങൾ ആഹാരം പാകം ചെയ്യുന്നതിനും ഉപയോഗിച്ചിരുന്നു. അവ നിർമ്മിക്കാനുള്ള ചക്രം കണ്ടുപിടിച്ചതാണ് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനമായ വഴിത്തിരിവ്, അല്ലേ? അപ്പം ഇവ നിർമ്മിക്കാനുള്ള ചക്രം കണ്ടുപിടിച്ചതാണ് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനമായ വഴിത്തിരിവ്. ഇത് മൺപാത്ര നിർമ്മാണം വ്യാപകമാകുന്നതിന് കാരണമായി. ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ച് സൂക്ഷിക്കുന്നതിനായി പ്രാചീന കാലത്ത് ധാന്യപ്പുരകൾ നിർമ്മിച്ചിരുന്നതിന് തെളിവുകളുണ്ട്. ഓക്കെ, കാര്യമായിട്ടൊന്നുമില്ല, ഇത് ജസ്റ്റ് നമുക്കങ്ങ് വായിച്ചു വിടാവുന്ന ഒരു ചാപ്റ്ററാണ്. അധികം ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല, എന്നാലും നമ്മളൊന്നും വിട്ട് കളയണ്ട. ഓക്കെ, ജസ്റ്റ് വായിച്ചു പോയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഇനി ധാന്യപുരയെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഗ്രാനറി. പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം. ഇവിടെ ഏറ്റവും പ്രധാന സവിശേഷതകളിലൊന്നാണ് ധാന്യപുര. അവ ഇഷ്ടിക കൊണ്ട് കെട്ടിയുണ്ടാക്കിയതായിരുന്നു. വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ കൊണ്ടുവന്ന് ഈ ധാന്യപുരകളിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഇനി അടുത്തത്, നമ്മുടെ നാട്ടിൽ ധാന്യങ്ങൾ സംഭരിച്ചു വയ്ക്കുന്നതിനായി ഭരണികൾ, പത്തായങ്ങൾ എന്നിവ ഉപയോഗിച്ചിരുന്നു. ഇവയ്ക്ക് പുറമെ എന്തെല്ലാം ഉണ്ടെന്ന് പിള്ളേരെടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇനി ഭക്ഷണ വസ്തുക്കളുടെ കൈമാറ്റം. ആദിമ മനുഷ്യർ ആവശ്യത്തിലധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിൽക്കാലത്തെ ഉപയോഗത്തിനായി സൂക്ഷിച്ചു വയ്ക്കുക മാത്രമാണോ ചെയ്തിരുന്നത്? അല്ല, അല്ലേ? അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിന്നീടുള്ള ഉപയോഗത്തിനായി സംഭരിക്കുക മാത്രമല്ല, അവ ആവശ്യക്കാർക്ക് കൈമാറ്റം നടത്തുകയും ചെയ്തിരുന്നു. അന്ന് എങ്ങനെയായിരിക്കാം ഇത്തരം കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ടാവുക? തനിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നേടുന്നതിനായി ഓരോരുത്തരും സംഭരിച്ചിരുന്ന വസ്തുക്കൾ മറ്റുള്ളവർക്ക് കൈമാറിയിരുന്നു. ഓക്കെ, ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ദക്ഷിണേന്ത്യയിൽ എങ്ങനെയായിരുന്നെന്ന് പറയുകയാണേ. ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണേന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം നിലനിന്നിരുന്നതായി സംഘകാല കൃതികളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഓരോ പ്രദേശത്തുള്ളവരും മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് അവർ സമാഹരിച്ച ഭക്ഷ്യവസ്തുക്കൾ കൈമാറുകയും അവരിൽ നിന്ന് തങ്ങൾക്കാവശ്യമുള്ള സ്വീകരിക്കുകയും ചെയ്തിരുന്നു. എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? സംഘകാല കൃതികളിലാണ്. കടൽ തീരത്ത് താമസിച്ചിരുന്നവർ മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് ഉണക്കമത്സ്യവും ഉപ്പും കൈമാറി. പകരം മറ്റുള്ളവരിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കളും വനവിഭവങ്ങളും സ്വീകരിച്ചിരുന്നു. വനപ്രദേശങ്ങളിലുള്ളവർ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് വനവിഭവങ്ങൾ കൈമാറി. സമതലങ്ങളിൽ താമസിച്ചവർ തങ്ങളുടെ കാർഷികോൽപ്പന്നങ്ങൾ ഇതര പ്രദേശത്തുള്ളവർക്കും കൈമാറുകയും ചെയ്തു. ഓക്കെ, അടുത്ത് നോക്കിയേ, കൈമാറ്റ സമ്പ്രദായം. നാണയവ്യവസ്ഥ നിലവിൽ വരുന്നതിനു മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഈ കൈമാറ്റ രീതിയാണ് ബാർട്ടർ സമ്പ്രദായമെന്ന് അറിയപ്പെടുന്നത്. ഇത്തരം കൈമാറ്റങ്ങൾ സമൂഹത്തിൽ നിരവധി മാറ്റങ്ങൾക്ക് ഇടയാക്കി. സാധനങ്ങളുടെ കൈമാറ്റം കച്ചവടത്തിലേക്ക് നയിച്ചു. അതുവഴി ചന്തകൾ രൂപം കൊണ്ടു. ചന്തകൾ ക്രമേണ കച്ചവട കേന്ദ്രങ്ങളായി വികസിച്ചു. സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി ജനങ്ങൾ കച്ചവട കേന്ദ്രങ്ങളിലെത്തുകയും അവ ക്രമേണ നഗരങ്ങളായി മാറുകയും ചെയ്തു. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഫ്ലോ ചാർട്ട് എഴുതാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണ്? സാധനങ്ങളുടെ കൈമാറ്റം എന്തിനെ രൂപീകരിച്ചു? ചന്തകൾ രൂപീകരിച്ചു. സാധനങ്ങളുടെ കൈമാറ്റം ചന്തകളെ ഫോം ചെയ്തു. ചന്തകൾ പിന്നെന്തായി? കച്ചവട കേന്ദ്രങ്ങളായി.
കച്ചവട കേന്ദ്രങ്ങൾ പിന്നെന്തായി? നഗരങ്ങളായി മാറി. ഓക്കെ, അത് ഫില്ല് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണേ. ഇനി ദേശങ്ങൾ കടന്നും ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം. ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഒരു പ്രദേശത്ത് മാത്രമായി ഒതുങ്ങി നിന്നിരുന്നില്ല. ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചിരുന്നു. പ്രാചീന കാലം മുതൽ തന്നെ നമ്മുടെ നാടിന് വിദൂരദേശങ്ങളുമായി സാധനങ്ങളുടെ കൈമാറ്റം ഉണ്ടായിരുന്നു. റോമാക്കാർ, ചൈനക്കാർ, അറബികർ, പേർഷ്യക്കാർ, ജൂതർ എന്നിവരുമായാണ് പ്രധാനമായും കൈമാറ്റം നിലനിന്നിരുന്നത്. നമ്മൾ പഠിക്കുന്നതാണല്ലേ, റോമക്കാർ, ചൈനക്കാർ, അറബികൾ, പേർഷ്യക്കാർ, ജൂതർ എന്നിവരുമായിട്ടാണ് പ്രധാനമായും കൈമാറ്റം നിലനിന്നിരുന്നത്. ഈ കുറേ സുഗന്ധവ്യഞ്ജനങ്ങളുടെ പിക്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പം ഇതിന് വേണ്ടിയിട്ടാണ് പോർച്ചുഗീസുകാരും ഒക്കെ നമ്മുടെ നാട്ടിൽ, അല്ലേ, യൂറോപ്യൻസൊക്കെ നമ്മുടെ നാട്ടിൽ വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണല്ലേ. ഇന്ത്യയിൽ നിന്നും മറ്റു ദേശങ്ങളിലേക്ക് പ്രധാനമായും കൈമാറ്റം ചെയ്യപ്പെട്ടത് കുരുമുളക്, ഏലം, ഇഞ്ചി, ഗ്രാമ്പൂ, കറുവപ്പട്ട തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളായിരുന്നു. ഇവയിൽ വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളകായിരുന്നു. വാസ്കോഡ ഗാമയുടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, നോക്കിയേ. ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോഡ ഗാമ തിരികെ യൂറോപ്പിലേക്ക് പോയപ്പോൾ യാത്രാ ചെലവിൻ്റെ 60 ഇരട്ടി വിലയുടെ ചരക്കുകൾ കൊണ്ടുപോയിരുന്നതായി ചരിത്രരേഖകളിൽ പറയുന്നു. ഓക്കെ, ഇനി കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ നിങ്ങൾക്ക് പരിചിതമല്ലേ ഈ ഭക്ഷണ വിഭവങ്ങൾ, ഇവയുടെ ഉത്ഭവം എവിടെ നിന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് എവിടെ നിന്നാണ്? പെറു എന്നാണല്ലേ. പെറു. മരച്ചീനി ആണെങ്കിൽ US നിന്നാണ്. കശുവണ്ടി പോർച്ചുഗീസിൽ നിന്നാണ്. പിന്നെ പപ്പായയുടെ ജന്മദേശമാണെങ്കിൽ അമേരിക്കയാണ്. കൈതച്ചക്കയുടെ ആണെങ്കിൽ ബ്രസീലാണ്. ഓക്കെ, പേരക്കയുടെ എവിടെയാണ്? പേരക്കയുടെ മെക്സിക്കോ ആണ്. പേരയ്ക്ക എന്തെന്നാണ് പറയുന്നത്? ഉഷ്ണമേഖല ആപ്പിൾ. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നാണ് പേരയ്ക്കയെ പറയുന്നത്. ഓക്കെ, ഇനി ഭക്ഷ്യവിഭവങ്ങളുടെ കൈമാറ്റം ഇപ്പോഴും തുടരുന്നുണ്ട്. കച്ചവടത്തിന് പുറമെ തൊഴിൽ തേടിയും വിദ്യാഭ്യാസത്തിനും വിനോദത്തിനും മറ്റുമായും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മനുഷ്യർ ഇന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വിനിമയം കൂടുതൽ വ്യാപകമാക്കുന്നു. നാം കഴിക്കുന്ന പല പഴവർഗ്ഗങ്ങളും മറ്റു ഭക്ഷ്യവസ്തുക്കളും പല രാജ്യങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തിച്ചേർന്നതാണെന്ന് ഇപ്പോൾ കണ്ടല്ലോ. ഇതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇവിടെ എന്തൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ടേബിൾ തയ്യാറാക്കാനൊക്കെ കുട്ടികളെടുത്ത് പറയുന്നു. ഇനി ഭക്ഷണവും അസമത്വവും. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അസമത്വങ്ങളും നിലനിന്നിരുന്നു. സാമൂഹികമായ അസമത്വങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ തടസ്സമുണ്ടാക്കി. ഈ വിവേചനത്തിനെതിരെ സാമൂഹിക പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പനെ നേതൃത്വത്തിൽ എറണാകുളത്തെ ചേറായിൽ മിശ്രഭോജനം നടത്തുകയുണ്ടായി. അപ്പം മിശ്രഭോജനം നടത്തിയതാരാണ്? സഹോദരൻ അയ്യപ്പൻ. എവിടെയാണ്? ചേറായിലാണ്. ചേറായിൽ. നോക്കിയ ഡേറ്റ് കൊടുത്തിരിക്കുന്നു, 1917 മെയ് 29. 1917 മെയ് 29-നാണ് വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ ചെറായിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതിനെതിരെയാണ് ഈ സമരം നടത്തിയത്. മിശ്രഭോജനത്തിന് നേതൃത്വം കൊടുത്തതിനാൽ ശക്തമായ എതിർപ്പ് സഹോദരൻ അയ്യപ്പൻ നേരിടേണ്ടതായി വന്നു. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തിനെയാണ് ഇത് തെളിവാക്കുന്നത്. ജാതി വ്യവസ്ഥയാണ് ഈ അസമത്വത്തിന് കാരണമായത്. ഓക്കെ, അപ്പം ജാതി വ്യവസ്ഥയും അസമത്വത്തിനെയൊക്കെ കുറിച്ച് പറയുവാണ്. നമുക്ക് സഹോദരൻ അയ്യപ്പനെ കുറിച്ച് കുറച്ച് പോയിന്റ്സും കൂടെ നോക്കിയാലോ. PSC ചോദിക്കുന്ന കുറച്ച് പോയിന്റ്സും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, 1917 സഹോദര സംഘം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനായിരുന്നു. ഓക്കെ, അതിൻ്റെ മുഖപത്രമായിരുന്നു സഹോദരൻ എന്ന മാസിക. അതിലെ ഒരു പ്രധാന വാക്യമായിരുന്നു മനുഷ്യരെല്ലാം സഹോദരന്മാരാകുന്നു. മനുഷ്യരെല്ലാം സഹോദരന്മാരാകുന്നു. സഹോദരൻ അയ്യപ്പൻ യുക്തിവാദി മാസിക ആരംഭിച്ച വർഷം 1928. ഓക്കെ, യുക്തിവാദി മാസികയുടെ സ്ഥാപക എഡിറ്റർ സഹോദരൻ അയ്യപ്പൻ തന്നെയായിരുന്നു. ഓക്കെ, സഹോദരൻ അയ്യപ്പൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. എന്താണ്? ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. എന്താണ്? ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. ആരുടെ സ്റ്റേറ്റ്മെൻ്റാണ്? സഹോദരൻ അയ്യപ്പൻ്റെയാണ്. ഓക്കെ, ശ്രീനാരായണ ഗുരുവിൻ്റെ എന്താണ്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. അതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ. സഹോദരൻ അയ്യപ്പൻ്റെ എന്താണ്? എല്ലാം വേണ്ട വേണ്ട എന്നാണ് പറയുന്നത്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. ഓക്കെ, ഇനി കൊച്ചിയിലും തിരുവിതാംകൂറിലും തീയന്മാർക്കിടയിൽ നിലനിന്നിരുന്ന മരുമക്കത്തായം മാറ്റി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സ്വത്തിൽ തുല്യ അവകാശം നൽകുന്നതിനുള്ള ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ച് നിയമമായി മാറ്റിയ നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ. ഓക്കെ, അപ്പം ഈ മരുമക്കത്തായം മാറ്റി മക്കത്തായം കൊണ്ടുവന്നു. ഓക്കെ, ഇനി കൊച്ചി രാജ്യത്ത് ഉത്തരവാദിത്ത ഭരണകൂടം സ്ഥാപിക്കുന്നതിന് വേണ്ടിയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കരംതിരിവയുടെ അടിസ്ഥാനത്തിൽ വോട്ടവകാശം നൽകുന്നതിനെതിരെയും ശബ്ദമുയർത്തിയ നവോത്ഥാന നായകനും
സഹോദരൻ അയ്യപ്പനാണ്. കൊച്ചി രാജ്യത്ത് പ്രായപൂർത്തി വോട്ടവകാശം നേടിയെടുക്കാൻ ശക്തമായി പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ. ഓക്കെ, ഇനി സഹോദരൻ അയ്യപ്പൻ അനാഥ കുട്ടികൾക്ക് അഭയം നൽകാൻ വേണ്ടിയിട്ട് ഒരു സംഘടന, ഒരു ഭവനം സ്ഥാപിച്ചായിരുന്നു. അതിനെ ആനന്ദ ഭവനം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ആനന്ദ ഭവനം എന്നാണ് അറിയപ്പെടുന്നത്. 1938 സഹോദരൻ അയ്യപ്പൻ രൂപം കൊടുത്ത പാർട്ടിയാണ് സോഷ്യലിസ്റ്റ് പ്രജാ പാർട്ടി. ഏതാണ്? സോഷ്യലിസ്റ്റ് പ്രജാ പാർട്ടി. കൊച്ചി മന്ത്രിസഭയിലും തിരുകൊച്ചി മന്ത്രിസഭയിലും അംഗമായിരുന്ന നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ. ഓക്കെ, ഇനി സഹോദരൻ അയ്യപ്പനെ കുറിച്ച് MK സാനു എഴുതിയ പുസ്തകം ഏതാണ്? സഹോദരൻ K അയ്യപ്പൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിയതാരാണ്? MK സാനുവാണ്. MK സാനു. ഓക്കെ, ഇനി റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഫാക്ട്സ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളൊന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് അടിച്ച് കേട്ട് പോവുക കേട്ടോ, തീർച്ചയായും ഉപകാരപ്പെടും. ഇനി ഭക്ഷണവുമായി ബന്ധപ്പെട്ട ജാതി വിവേചനം ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ടോ? ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമത്തിലൂടെ നിരോധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇപ്പോഴില്ല, വലുതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നിരോധിച്ചിട്ടുണ്ട്. സാമൂഹികമായ വിവേചനം മാത്രമല്ല, സാമ്പത്തികമായ വിവേചനവും ഭക്ഷണരംഗത്തെ അസമത്വത്തിന് വെല്ലുവിളിയാകുന്നു. നോക്കിയേ, ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ഭക്ഷണം എല്ലാ മനുഷ്യരുടെയും അവകാശമാണ്. എന്നാൽ ജീവൻ നിലനിർത്താൻ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ ആയിരങ്ങൾ ലോകത്തിൻ്റെ പലയിടങ്ങളിലുമുണ്ട്. കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, യുദ്ധം, തൊഴിലില്ലായ്മ തുടങ്ങിയവ ദാരിദ്ര്യത്തിനും പട്ടിണിക്കും കാരണമാകുന്നുണ്ട്. ഇനി ബംഗാളിലെ ഭക്ഷ്യക്ഷാമത്തെക്കുറിച്ച് പറയുകയാണ്. ബ്രിട്ടീഷ് ഭരണകാലത്തെ അമിതമായ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിൽ ഭക്ഷണക്ഷാമത്തിന് കാരണമാവുകയും തൽഫലമായി നിരവധി പേർ മരണപ്പെടുകയും ചെയ്തു. ഇതിനൊരു ഉദാഹരണമാണ് 1943 ബംഗാളിലുണ്ടായ ഭക്ഷ്യക്ഷാമം. ബംഗാളിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവനമാർഗം കൃഷിയായിരുന്നു. ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിന്റെ ഫലമായി അവിടുത്തെ നെൽകൃഷി വ്യാപകമായി നശിച്ചു. ഇതിനെ തുടർന്ന് ബംഗാളിൽ ഭക്ഷ്യക്ഷാമമുണ്ടായി. ഈ ക്ഷാമകാലത്ത് ഏകദേശം 30 ലക്ഷം പേർ പട്ടിണി മൂലം മരിച്ചു. ഏത് വർഷമായിരുന്നു? 1943. എത്ര ആൾക്കാരാണ് മരിച്ചത്? 30 ലക്ഷം പേർ പട്ടിണി മൂലം മരിച്ചു. ഓക്കെ, സാമ്പത്തിക വിതരണത്തിലുള്ള അസമത്വമാണ് പട്ടിണിക്ക് മറ്റൊരു കാരണം. എല്ലാവർക്കും തുല്യമായല്ല സമ്പത്ത് വിതരണം ചെയ്യുന്നത്. അതിനാൽ ചിലർ യഥേഷ്ടം ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റു ചിലർക്ക് പട്ടിണി കിടക്കേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, ദാരിദ്ര്യത്തിനും പട്ടിണിക്കുമെതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഓരോ വർഷവും ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമായി ആചരിച്ചു വരുന്നു. ഇതിൻ്റെ ഒരു കട്ടിങ്ങാണ് നമ്മൾ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ കണ്ടത്. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കി മാതൃകയായ സംസ്ഥാനമാണ് കേരളം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേരള സർക്കാർ രൂപം കൊടുത്ത പദ്ധതിയായ കുടുംബശ്രീ മിഷൻ ഇതിന് ഉദാഹരണമാണ്. എന്നാണ് കുടുംബശ്രീ സ്ഥാപിതമായത്? 1998 മെയ് 17 കുടുംബശ്രീ സ്ഥാപിതമായത്. ഓക്കെ, എവിടെയായിരുന്നു? മലപ്പുറത്തായിരുന്നു അല്ലേ? മലപ്പുറത്ത്. എന്താണ് കുടുംബശ്രീയുടെ മുദ്രാവാക്യം? ഒന്നായി മുന്നേറാം. ഒന്നായി മുന്നേറാം. സ്റ്റേറ്റ് പോവേർട്ടി ആൻഡ് ഇറാഡിക്കേഷൻ മിഷൻ്റെ കീഴിലാണ് കുടുംബശ്രീ സ്ഥാപിതമായത്. എന്തൊക്കെയാണ് കുടുംബശ്രീയുടെ ലക്ഷ്യങ്ങൾ? ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്ത്രീ ശാക്തീകരണം, മൈക്രോ ക്രെഡിറ്റ് മുതലായവ കുടുംബശ്രീയുടെ ലക്ഷ്യങ്ങളാണ് അല്ലേ? ഓക്കെ, ഇനി അടുത്ത് നോക്കൂ. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013. ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 നിലവിൽ വന്നു. അപ്പം ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം എന്നാണ് നിലവിൽ വന്നത്? 2013. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു പൊതുവിതരണ സംവിധാനം നമ്മുടെ രാജ്യത്തിനുണ്ട്. ഓക്കെ, മറ്റുള്ളവരുമായി ഭക്ഷണം പങ്കുവയ്ക്കൂ, ഭക്ഷണം പാഴാക്കരുത്, പ്ലക്കാർഡിൽ എഴുതിയിരിക്കുന്നുണ്ടോ? ഭക്ഷണവും ആരോഗ്യവും. മനുഷ്യരുടെ ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നാണല്ലോ ഭക്ഷണം. ആരോഗ്യം നിലനിർത്തുന്നതിൽ ഭക്ഷണത്തിന് സുപ്രധാന പങ്കുണ്ട്. പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നു. എന്നാൽ അനാരോഗ്യകരമായ ഭക്ഷണശീലം പല ജീവിതശൈലീ രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഓക്കെ, ഇനി 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം. 2023 UN എന്തായിട്ടാണ് ആദരിച്ചത്? അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട്. 2024 എന്തായിരുന്നു? ഒട്ടക വർഷമായിരുന്നു അല്ലേ? ഒട്ടക വർഷം. നോക്കിയേ, ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർദ്ദേശപ്രകാരം 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ചെറുധാന്യങ്ങളുടെ ഉൽപ്പാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം.
പുല്ലുവർഗ്ഗത്തിൽപ്പെടുന്ന ധാന്യവിളകളാണ് ചെറുധാന്യങ്ങൾ. എന്താണ്? പുല്ലുവർഗ്ഗത്തിൽപ്പെടുന്ന ധാന്യവിളകളാണ് ചെറുധാന്യങ്ങൾ. ജോവർ, റാഗി, വരക്, തിന തുടങ്ങിയവ ചെറുധാന്യങ്ങളിൽ ഉൾപ്പെടുന്നു. എന്തൊക്കെ പേരും? ജോവർ, റാഗി, വരക്, തിന തുടങ്ങിയവർ ചെറുധാന്യങ്ങളിൽ പെടുന്നു. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും മറ്റ് ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും. അതിനാൽ പോഷകസമൃദ്ധമായ ചെറുധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നിത്യേന ഉൾപ്പെടുത്തണം. ഓക്കെ, കണ്ടോ? എല്ലാത്തിൻ്റെയും പിക്ചർ കൊടുത്തിരിക്കുകയാണ്. അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങളും ജീവിതശൈലി രോഗങ്ങളും എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കാൻ കുട്ടികളടുത്ത് പറയുന്നു. ഓക്കെ, ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത എല്ലാ പൗരന്മാരുടെയും നിയമപരമായ അവകാശമാണ്. നമുക്ക് ലഭിക്കുന്ന ഭക്ഷണം കരുതലോടെ ഉപയോഗിക്കണം. ഭക്ഷണം പാഴാക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാത്തവരോട് നാം ചെയ്യുന്ന ക്രൂരതയാണ്. മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ട ഭക്ഷണമാണ് നാം പാഴാക്കുന്നതെന്ന തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാകണം. അപ്പം ഇത് കുട്ടികൾക്ക് മാത്രമുള്ള മോറലല്ല, നമ്മൾ മുതിർന്നവർക്കുമുള്ള മോറലാണ് അല്ലേ? ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഒരു ചെറിയൊരു ചാപ്റ്ററാണ്. അതിനകത്ത് കുറച്ച് ഡേറ്റ്സും പിന്നെ കുടുംബശ്രീ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഫുഡ് സെക്യൂരിറ്റീസ് നിയമം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ട്. അതിൻ്റെ ഡേറ്റും വർഷവും എല്ലാം ഓർത്ത് വയ്ക്കുക. പിന്നെ ഏതാണ്ട് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം 2023, അതൊക്കെ ഇനി ഏത് വർഷം നടത്തുന്ന എക്സാമിന് വേണമെങ്കിലും ടെക്സ്റ്റ് നോക്കി ക്വസ്റ്റ്യൻസ് ഇടുന്നയാൾ 2023 ഏത് വർഷം ആയിട്ടാണ് UN ആചരിച്ചത് നമുക്കെടുത്ത് ചോദിക്കാം അല്ലേ? അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ജസ്റ്റ് വായിച്ചങ്ങ് വിട്ടാൽ മതി. കുറച്ച് ഫാക്ട്സ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. അപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സഹോദരൻ അയ്യപ്പനെ കുറിച്ച് കുറച്ച് കണക്റ്റഡ് ഫാക്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മുടെ ചാനലിൽ PYQ ഡിസ്കഷൻസ് ആണ് മെയിനായിട്ടും ചെയ്യുന്നത്. SCRT ക്ലാസ്സസും എടുത്ത് പോകുന്നുണ്ട്. ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയിട്ടാണ് ക്ലാസ് ഇടുന്നത്. ഒരു ദിവസം SCRT, ഒരു ദിവസം PYQ ഡിസ്കഷൻ, അങ്ങനെയാണ് പോകുന്നത്. 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ എല്ലാ PYQസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സ്പെഷ്യൽ എക്സാംസിൻ്റെയും ടെക്നിക്കൽ എക്സാംസിൻ്റെയും എല്ലാ ക്വസ്റ്റ്യൻസും എടുത്ത് ചെയ്യുന്നുണ്ട്. വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ആണ് പറഞ്ഞു പോകുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. കണ്ടിട്ടില്ലാത്തവർ പ്ലേലിസ്റ്റ് കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ഇവിടെ എൻഡിൽ കൊടുത്തിരിക്കാം പ്ലേലിസ്റ്റ്, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കാം. ഓക്കെ, കണക്റ്റഡ് ഫാക്ട്സ് എല്ലാം പറയുന്നുണ്ട്. വീഡിയോ കുറച്ച് ചിലപ്പം ഒരു അരമണിക്കൂറത്തേക്ക് വീഡിയോ ആയിരിക്കും. അതെന്തായാലും നിങ്ങൾക്ക് ഡെയിലി ഒരു അരമണിക്കൂർ എന്തായാലും നഷ്ടമാവില്ല. കാണാത്തവർ പ്ലീസ് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നാളെ ഒരു PYQ ക്വസ്റ്റ്യനുമായിട്ട് നാളെ കാണാം. ഓക്കെ, താങ്ക് യു ഓൾ.